ഇന്നത്തെ അത്താഴം എന്താ? ഇന്നത്തെ അത്താഴം നമുക്ക് നുറുക്ക് ഗോതമ്പിന്റെ കഞ്ഞി, തേങ്ങയിട്ട നുറുക്ക് ഗോതമ്പിന്റെ കഞ്ഞിയും സ്വല്പം ലൈറ്റ് ആയിട്ടുള്ള കറികൾ. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ നുറുക്ക് ഗോതമ്പ് എല്ലാവർക്കും അറിയാം. നമ്മള് നുറുക്ക് ഗോതമ്പ് ശരിക്കും കലത്തിലിട്ട് കഞ്ഞിയായിട്ട് വേവിക്കുന്ന റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പുറത്ത് അടുപ്പ് കൂട്ടി. ഇതിപ്പോ കുക്കറിൽ കഞ്ഞിയായിട്ട് നമ്മൾ എടുക്കുവാണ്. അത് കഞ്ഞിയായിട്ട് എടുക്കുക. അത് ഞാനൊരു 3-4 ട്രിപ്പ് ഇത് കഴുകി നീറ്റാക്കി കഞ്ഞിയായിട്ട് എടുക്കുന്നതുകൊണ്ട് മീതെ കുറച്ച് അധികം വെള്ളം ഒഴിച്ച്, അളവൊന്നുമില്ല കേട്ടോ, വെള്ളം ഒഴിച്ച് നമ്മൾ വാഷറൊക്കെ ഇട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ ഞാൻ അടുപ്പിക്കൂല. പകരം ഇങ്ങനെ സ്റ്റീം വന്നു കഴിയുമ്പോൾ വെയിറ്റ് അതിലേക്ക് വെക്കും. വെച്ച് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് ഏറ്റവും ഇപ്പം ഫുള്ളിൽ കിടക്കും ഫ്ലെയിം. വെയിറ്റ് ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും സിമ്മിലേക്ക് മാറ്റി അതിൽ കിടന്ന് വേവിക്കാം. 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റീം എല്ലാം പോയി കഴിയുമ്പോൾ വെയിറ്റ് മാറ്റി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വെന്തിരിക്കും. എന്നിട്ട് ആ പാകത്തിന് സ്വല്പം മീതെ വെള്ളം ഉണ്ടാകും. സ്വല്പം അതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കും. അത്രയേ ഉള്ളൂ കഴിക്കാൻ നേരത്തെ. അപ്പൊ അന്നേരം വൈകിട്ടൊന്നും പോട്ടെ, നമുക്ക് വെന്ത് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാം. തേങ്ങ ചേർക്കാൻ നേരത്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വെയിറ്റ് ഒക്കെ ഇട്ടേച്ച് അപ്പുറത്ത് പോയി ഇരിക്കാം. നമ്മള് വേവിക്കാൻ വെച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ച് നുറുക്ക് ഗോതമ്പിലെ ഈ പരുവത്തിന് കഞ്ഞി പരുവത്തിന് വെന്തു. ഇത് നമ്മളൊരു 10 മിനിറ്റ് ഫ്ലെയിം, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 10 മിനിറ്റ് ഫ്ലെയിം സിമ്മിലിട്ട് വേവിച്ചതാണ്. അതിനുശേഷം ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് മാറ്റി കുക്കർ തുറന്നപ്പോഴത്തെ ഉള്ള അവസ്ഥയാണ്. ഈ പാകമാണ് ഞങ്ങളുടെ വേവ. ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ. അപ്പൊ വെള്ളം ഒഴിച്ചതേ കണ്ടോ, അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇപ്പൊ ഇത്രയും വെള്ളം ഉള്ളതില്. ഇനി വേറൊരു സംഭവം ചെയ്യാനുണ്ട്. ആവി ഇനി ഈ തേങ്ങ ചുമ്മാ ഫ്രഷ് തേങ്ങ ചിരണ്ടി വെച്ചേക്കണം. ആഡ് ചെയ്തിട്ട് ഒരു പരിപാടി ചെയ്യണം. നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് തന്നെ ചേർക്കണം. കഞ്ഞിയിലേക്ക്, ഈ പാത്രത്തിലേക്ക് കേട്ടോ, കുക്കറിലേക്ക് തന്നെ. അപ്പം നമുക്ക് ഡയറക്റ്റ് പിന്നെ കഞ്ഞി അതിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊന്ന് ചൂടാവണം കേട്ടോ. പച്ചത്തേങ്ങ ഇട്ട് ഒന്നൊന്ന് ചൂടായില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവൂല. പച്ച പോലെ തേങ്ങയുടെ ഇത് വരും. അപ്പം നമുക്ക് തേങ്ങ ഇട്ടിട്ട് ആവി പറക്കണ്ടേ. നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഒന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കഞ്ഞി കുടിക്കാനെടുക്കാം. അപ്പം ഞാൻ ഉപ്പ് ചേർക്കുവാണേ. ഉപ്പ് നോക്കി ചേർക്കണം. ഇനിയല്ലോ കൂടിപ്പോയാൽ പിന്നെ എനിക്ക് വിഷയമായി. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കാര്യം കറി ഒഴിക്കാനുണ്ടെങ്കിൽ ഉപ്പ് കൂടിയ സുഖമില്ല. അതിന് ഈ പരുവാണ് കഞ്ഞിയുടെ. അപ്പം ശരിക്കും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഗോതമ്പ് സൂപ്പർ ടേസ്റ്റ് ആണ്. പണ്ട് നമ്മള് കലത്തിൽ വേവിച്ചപ്പോ കാണിച്ചിട്ടില്ലേ, അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ആണത്. പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിത് കാണുമ്പോ ഇത് നല്ലതാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, സൂപ്പർ കിട്ടു ടേസ്റ്റ് ആണ്. എനിക്ക് ഗോതമ്പ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. അത്ര ടേസ്റ്റി കേട്ടോ. കറിയുണ്ട്, കഴിക്കാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നല്ല കറിയാണ്. അതിന് അച്ചിങ്ങലത്തിയതാണ്. അങ്ങോട്ട് വരാം. ഫേമസ് കറി നമ്മുടെ സൂപ്പർ. ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് എന്താ കറിയെന്ന്. അടിപൊളി മാമ്പഴ പുളിശ്ശേരി. നൊയമ്പ് കറിയാണ്. അപ്പോ പിന്നെ പിക്കിള് നമ്മൾ വാങ്ങിച്ചതാ. മിക്സ്ഡ് വെജിറ്റബിൾ ആട്ടോ. അതെ, യമ്മി നല്ല സ്മെല്ലൊക്കെ കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ്. കഞ്ഞി എടുത്തോളൂ. ഇതിങ്ങനെ ഇച്ചിരി കഞ്ഞിവെള്ളത്തോട് കൂടി കിടക്കൂട്ടെ. എപ്പോഴും ഇതിന്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ഊറ്റിയെടുക്കാൻ പറ്റൂല. ഇതിനകത്ത് നുറുക്കല്ലേ. അപ്പൊ പിന്നെ അതിൽ നിന്ന് കഞ്ഞിവെള്ളം ഊറ്റാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് എല്ലാവരും വെള്ളം ഒഴിച്ച് ഗോതമ്പ് വേവിച്ചാൽ മതി. എന്നിട്ട് തേങ്ങ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇതിലേക്ക് നോക്കണ്ട. ഇതിൽ കൂടുതൽ അപ്പൊ കുടിക്കൂല. അപ്പൊ ഞാൻ കറിയൊക്കെ ഒഴിക്കട്ടെ കേട്ടോ. ഇവിടെ വെച്ചേച്ച് ഒഴിക്കാം. എന്നാന്നോ ഭയങ്കര ചൂടാ. ഒഴിക്കാം. ആദ്യം ചാറ് ഒഴിക്കാം അല്ലേ. മാമ്പഴക്കറി ഒഴിക്കാം. ഗോതമ്പ് കഞ്ഞി ആയതുകൊണ്ട് തേങ്ങ ഇട്ടേക്കണത് കൊണ്ടും ചാറ് കുറച്ച് ഒഴിക്കുള്ളൂ. അപ്പോൾ പറയും എപ്പോഴും അധികം ചാറ് ഒഴിക്കണ്ടാന്നതിന്. മറ്റേ കഞ്ഞി പോലെ ചാറ് വേണ്ടാന്ന് പറയും എപ്പോഴും. ഇനി നമുക്ക് സ്വല്പം പിക്കിളിട്ട് ഓൾറെഡി ചേർത്തല്ലോ. പിക്കിൾ വരട്ടെ. ഇവിടെ വെക്കട്ടെ.
മിക്സ്ഡ് വെജിറ്റബിൾ. ഇത് എന്ത് വേണം പിന്നെ ഇനി കഞ്ഞി ഉണ്ട്. കുടിക്കാൻ? നമ്മുടെ ഓരോ ദിവസത്തെ നൊയമ്പ് കറികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. വയ്ക്കാം മറ്റേ ഇട ഇവിടെ വെച്ചോ, ഞാൻ ഷീഡില്ലാതെ ഇടാം. അച്ചിങ്ങയാണ് അതിൽ പൊളിയിലാ കൂടുതൽ, അതെ, പൊടിയിൽ കുറവാണ്. അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇത്രേ ഉള്ളൂ കറി കഞ്ഞിക്ക്. സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കറങ്ങി കാണിച്ചു കേട്ടോ. അടിപൊളി അടിപൊളി. ഇതിലും നല്ലൊരു ഡിന്നർ മലയാളികളായ നമ്മൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഞങ്ങള് നോയമ്പായതുകൊണ്ട് ഇപ്പൊ വൈകിട്ട് ചപ്പാത്തി പരിപാടി കുറവാ. മിക്കവാറും ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ സാധാരണ അരിയുടെ കഞ്ഞി, അങ്ങനെ കഞ്ഞിയാണ് കൂടുതലും ഇപ്പൊ ഈ സീസണിൽ നമ്മൾ ചെയ്യണത്. ചപ്പാത്തി അല്ല, കൂടുതലും കഞ്ഞിയാട്ടോ.